30 ദിവസത്തിനുള്ളിൽ വാക്കുപാലിച്ച് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് UDF മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കുഴിത്തുള്ളു പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയും ജയിച്ചാലും തോറ്റാലും 30 ദിവസത്തിനുള്ളിൽ ഗതാഗതയോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾക്ക് നൽകിയ വാക്കുപാലിച്ച മെമ്പർ 30 ദിവസം പിന്നിടുന്നതിന് മുൻപേ സ്വന്തം ചെലവിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തകർന്നു കിടന്ന 100 മീറ്റർ ദൂരം ഗതാഗതയോഗ്യമാക്കി നൽകി. മാർച്ച് മാസത്തിന് മുൻപ് തൊഴിലുറപ്പിൽപ്പെടുത്തി റോഡിന്റെ തകർന്നു കിടക്കുന്ന 100 മീറ്റർ കോൺക്രീറ്റ് ചെയ്ത് നൽകുമെന്നും മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ UDF മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രദേശവാസികൾക്ക് നൽകിയ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ച് ശ്രദ്ധേയനാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ കുഴിത്തൊഴു പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ മെമ്പർ ജയിച്ചാലും തോറ്റാലും 30 ദിവസത്തിനുള്ളിൽ റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ആ വാഗ്ദാനം പാലിച്ച് 30 ദിവസം പിന്നിടുന്നതിനു മുന്നേ തന്നെ സ്വന്തം ചിലവിൽ മണ്ണുമാറ്റി യന്ത്രം ഉപയോഗിച്ച് റോഡിന്റെ തകർന്നു കിടന്ന ഭാഗങ്ങൾ ഗതാഗതയോഗ്യമാക്കി. വർഷങ്ങളായി പരിപാലനക്കുറവ് മൂലം കുഴികൾ നിറഞ്ഞും മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്ന ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. വയോധികരും വിദ്യാർത്ഥികളും രോഗികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പൂർണ്ണമായും തകർന്ന ഏകദേശം 100 മീറ്റർ ദൂരമാണ് അടിയന്തരമായി പുനരുദ്ധരിച്ചത്. യന്ത്രസഹായത്തോടെ മണ്ണ് നിറച്ച് നിരപ്പാക്കി താൽക്കാലികമായി ശക്തിപ്പെടുത്തിയതോടെ ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഉൾപ്പെടെ സാധാരണ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി. ഏകദേശം 50ഓളം കുടുംബങ്ങൾ താലൂക്ക് ആസ്ഥാനത്തേക്കും ചെമ്മണ്ണാറിലേക്കും ഉടുമ്പൻചോലയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനായി ആശ്രയിക്കുന്ന പ്രധാന വഴിയാണിത്. റോഡ് തുറന്നതോടെ ദിവസേനയുള്ള യാത്രാ സമയം കുറയുകയും അടിയന്തര ആവശ്യങ്ങൾക്ക് വേഗത്തിൽ എത്തിച്ചേരാനും സാധിച്ചതായി നാട്ടുകാർ പറയുന്നു. പ്രദേശവാസികൾ മെമ്പറുടെ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തി. അത് നന്നായി കൊടുക്കുക എന്നുള്ളത് വലിയ സന്തോഷപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മെമ്പർ അതിനകത്ത് ഉത്സാഹിച്ചു. മെമ്പർ പറഞ്ഞ ആദ്യത്തെ ശമ്പളം ഇതിനു വേണ്ടി വിനിയോഗിച്ചേക്കാന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷം. ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് ഞങ്ങളവിടെ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപാടികൾ. ആ മോൾത്താർ ഭാഗം കണ്ടില്ല, ഞങ്ങൾ ചെമ്പരത്തിയെല്ലാം വളഞ്ഞ് റോഡിലോട്ട് നടക്കാൻ പോലും വരാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. മാർച്ച് 30 മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്ത് സ്ഥിരമായ പരിഹാരം ഒരുക്കുമെന്നും മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ അറിയിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും സഹകരണത്തോടെ സുസ്ഥിരമായ രീതിയിൽ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് പഞ്ചായത്തിന് ലഭിക്കാവുന്ന ആദ്യ വേതനം തന്നെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ സന്മനസ്സോടുകൂടി ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം വരുന്ന ഈ മാർച്ചിന് 30-നകം ഇത് കോൺക്രീറ്റ് ചെയ്ത് ഇതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തി റോഡിന്റെ ജോലികൾ മാർച്ച് 31-നകമായി പൂർത്തീകരിക്കാൻ സാധിക്കും. വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒതുക്കാതെ സമയബന്ധിതമായി നടപ്പാക്കുന്ന ജനപ്രതിനിധിത്വമാണ് ജനാധിപത്യത്തിന്റെ ആത്മാവെന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി. സിറ്റി വിഷൻ, ഉടുമ്പൻചോല.